സജി ചെറിയാന്റെ ഖേദപ്രകടനം വാർത്താക്കുറിപ്പിൽ ഒതുക്കിയത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം. വാർത്താ സമ്മേളനം വേണ്ട എന്ന് പാർട്ടി നിർദ്ദേശിക്കുകയായിരുന്നു. വ്യക്തത വരുത്താൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പ്രശ്നം കൂടുതൽ വഷളായതെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. റഷീദ് വിവരങ്ങളുമായി. റഹീസ്, കൂടുതൽ പറഞ്ഞ് വീണ്ടും കുഴപ്പത്തിലാകാതിരിക്കാൻ പാർട്ടിയുടെ നിർദ്ദേശമായിരുന്നു വാർത്താക്കുറിപ്പ്. ഇതാണോ മനസ്സിലാക്കേണ്ടത് റഹീസ്? സ്മൃതി, അങ്ങനെയാണ്. പാർട്ടിയാണ് ഖേദം പ്രകടിപ്പിക്കാനുള്ള നിർദ്ദേശം സജി ചെറിയാന് നൽകുന്നത്. ഇല്ലെങ്കിൽ പാർട്ടി തന്നെ തള്ളിപ്പറയും എന്ന് സംസ്ഥാന നേതൃത്വം സജി ചെറിയാനെ അറിയിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ വൈകിട്ട് 3 മണിക്ക് ചെങ്ങന്നൂരിൽ മാധ്യമങ്ങളെ കാണാമെന്ന് സജി ചെറിയാൻ മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു. ഇത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മാധ്യമങ്ങളെ കാണേണ്ട, പകരം വാർത്താക്കുറിപ്പ് ഇറക്കിയാൽ മതി, മാധ്യമങ്ങളെ കണ്ടാൽ സജി ചെറിയാൻ വ്യക്തത വരുത്തുന്നതിനിടയിൽ ഒരുപക്ഷെ വീണ്ടും വിവാദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് മുതിർന്ന നേതാക്കൾ വിലയിരുത്തിയത്. അതിനവർ പറയുന്ന കാരണം, ആദ്യം ഈ വിവാദ പരാമർശം നടത്തിയതിനു ശേഷം കൊല്ലത്ത് അതിന് വ്യക്തത വരുത്താൻ സജി ചെറിയാൻ ശ്രമിച്ചപ്പോഴാണ് ആദ്യം പറഞ്ഞതിനേക്കാൾ കാര്യങ്ങൾ കൂടുതൽ വഷളായത്. അവിടെ മാധ്യമപ്രവർത്തകരോട് പ്രകോപനപരമായി സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. സ്വാഭാവികമായും ഇന്നും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സജി ചെറിയാൻ അത് വിശദീകരിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ വിവാദതരമായ ന്യായീകരിക്കുമ്പോൾ ഇതിനേക്കാൾ വിവാദം ഉണ്ടായേക്കാവുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത പാർട്ടി നേതൃത്വം മുന്നിൽ കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ നിർവാചം ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വാർത്താ സമ്മേളനം വിളിച്ച് ഖേദം പ്രകടിപ്പിക്കേണ്ട, വാർത്താക്കുറിപ്പ് ഇറക്കിയാൽ മതി എന്ന നിർദ്ദേശം പാർട്ടി സജി ചെറിയാന് നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്താക്കുറിപ്പ് സജി ചെറിയാൻ ഇറക്കിയതും. വാർത്താക്കുറിപ്പാകുമ്പോൾ സബ് ക്വസ്റ്റ്യനും മറ്റും ഉണ്ടാകില്ല. സജി ചെറിയാനും നല്ലത് അതാണ് എന്ന് പാർട്ടി സജി ചെറിയാനോട് പറയുകയും ചെയ്തു. അത് അംഗീകരിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് മന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. റഹീസ്, നേരത്തെ സമാനമായി മാറാട് കലാപവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത് AK ബാലനാണ്. ഇവിടെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുക എന്നുള്ള പ്രസ്താവന, അതിൽ അസംബന്ധമെന്ന പ്രതികരണമാണ് പാർട്ടി സെക്രട്ടറി നടത്തിയിരുന്നത്. പക്ഷേ പിന്നീട് AK ബാലനെ അനുകൂലിച്ച് അല്ലെങ്കിൽ പിന്തുണച്ച് എന്ന് തോന്നിക്കുന്ന രീതിയിൽ മാറാട് സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അപ്പോൾ സജി ചെറിയാന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താകും എന്നൊരു ആകാംക്ഷയുണ്ടായിരുന്നു. അപ്പോൾ പാർട്ടിയുടെ ആലോചനകളിൽ മുഖ്യമന്ത്രിയും സജി ചെറിയാന്റെ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, സജി ചെറിയാൻ ഈ വിവാദ പ്രസ്താവന നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കെല്ലാം സജി ചെറിയാനെ തള്ളിപ്പറയേണ്ട നിലപാടാണ് പാർട്ടി എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലായിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്. അത് പക്ഷേ ഒരു തീരുമാനമായി, പാർട്ടിയുടെ തീരുമാനമായി, നിർദ്ദേശമായി സജി ചെറിയാനെ അറിയിക്കാൻ ഇത്ര ദിവസം ഗ്യാപ്പ് വന്നത് മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം അതൊരു തീരുമാനമായി പറയാം എന്ന് കരുതിയിട്ടായിരുന്നു. അതിൽ മുഖ്യമന്ത്രിയോട് കൃത്യമായി ഈ വിഷയത്തിൽ ഇന്നലെ മാത്രമാണ് CPIMന്റെ നേതൃത്വം സംസാരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഇന്നലെ തന്നെ അതിലൊരു ധാരണയുണ്ടായിരുന്നു. സജി ചെറിയാനോടും AK ബാലനോടും ഇത്തരം വിവാദ പരാമർശങ്ങൾ ആവർത്തിക്കരുത് എന്ന നിർദ്ദേശം നൽകാൻ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അതിനുശേഷമാണ് ഈ വിവാദം മുസ്ലിം സംഘടനകൾ, എല്ലാ കാലത്തും CPIMനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത AP വിഭാഗം അടക്കമുള്ളവർ പരസ്യമായി ഇതിനെ എതിർക്കുന്നത്. എന്ന് മാത്രമല്ല, സമസ്ത EK വിഭാഗം കുറെ കാലമായി CPIMനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അവിടെ ലീഗ് വിരുദ്ധ ചേരിയിലുള്ളവർക്കാണ് സമസ്ത EK വിഭാഗത്തിന്റെ മുഖപ്രസവമായ സുപ്രഭാതത്തിൽ നിർണായക റോൾ ഉള്ളത്. ആ സുപ്രഭാതം പത്രവും എഡിറ്റോറിയൽ എഴുതിയ ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ ഇത് കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തിരുത്താൻ പറയുകയുമായിരുന്നു. ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കുന്നു. മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.